MP നമ്മുടെ നാട്ടിൽ എന്ത് വികസനമാണ് ചെയ്തത്? കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള കൊറ്റ് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല. ജനങ്ങൾ കാണട്ടെ, അവർ മനസ്സിലാക്കട്ടെ, ചോദ്യം അവർ എംപിയോട് ചോദിക്കട്ടെ. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ നാടിന് ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട് ഏപ്രിൽ 26-ാം തീയതി ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇവിടെ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് CA അരുൺകുമാറിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജില്ലയിലെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ യുവതീ സ്ക്വാഡാണ് കൊട്ടാരക്കരയുടെ വിവിധ കേന്ദ്രങ്ങളിലൂടെ ഇന്ന് പര്യടനം നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP നമ്മുടെ നാട്ടിൽ എന്ത് വികസനമാണ് ചെയ്തത് എന്ന് പൊതുവിചാരണ നടത്തുന്ന തരത്തിൽ നമ്മുടെ MP എന്തൊക്കെ വികസനങ്ങൾ ഈ നാട്ടിൽ ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മളൊരു പൊതു പരസ്യ ബോർഡ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പരസ്യ ബോർഡ് MP വികസനം എന്തൊക്കെയാണ് എന്ന് അദ്ദേഹത്തെ ജനകീയ വിചാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി AIYFൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം സഖാവ് വിനോദ് കുമാറിനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 29 വർഷക്കാലം അടൂരിൻ്റെയും മാവേലിക്കരയുടെയും പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ MP ആയി പ്രവർത്തിക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആധാരമായ എന്ത് പ്രവർത്തനമാണ് ചെയ്തതെന്ന് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ മനുഷ്യരൊന്നാകെ ചോദിക്കുകയാണ്. 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് CA അരുൺകുമാർ വിജയിക്കുമെന്ന് ഈ നാട്ടിലെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യരെല്ലാം ഒന്നാകെ പറയുന്നത് കഴിഞ്ഞ 29 വർഷക്കാലമായി ഈ നാട്ടിലെ ഒരു MP എന്ന നിലയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവന്ന് ഈ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് ആധാരമായ യാതൊരു പ്രവർത്തനവും നടത്താത്ത ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെതിരായ വികാരം കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് 2014 മുതൽ 24 വരെയുള്ള കാലത്തെ പ്രവർത്തനങ്ങൾ ഈ നാടിനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ചു നിർത്തി നാട്ടിൽ ജനതയാകെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് തല്ലിക്കൊല്ലുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അതിനൊത്താശ പാടുന്ന കേന്ദ്ര സർക്കാർ നാട്ടിൽ സംഘപരിവാര ഭരണകൂടം നടത്തുന്ന ജനവിരുദ്ധമായ സമീപനത്തിനെതിരെ, കർഷക വിരുദ്ധ സമീപനത്തിനെതിരെ, നാട്ടിലെ വിദ്യാഭ്യാസപരമായ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന നടപടിക്കെതിരെയൊക്കെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ നിന്ന് MP ആയിരിക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അടക്കം അത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനൊത്താശ ചെയ്യുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കാരണം ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ തന്നെ BJP ആയി മാറുന്ന അനുഭവമാണ് രാജ്യത്തെമ്പാടും നിലനിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലും അതുതന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള കൊറ്റ് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ ജനവിരുദ്ധമായ സമീപനത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കണമെങ്കിൽ ചാഞ്ചാട്ടമില്ലാത്ത MP-മാർ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് വേണം. ആ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ചാഞ്ചാട്ടമില്ല MP-മാരായി ഇരിക്കുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ MP-മാർ മാത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാവേലിക്കരയുടെ സമഗ്രമായ വികസനത്തിന് ആധാരമായ ഒരു പ്രവർത്തനവും ചെയ്യാത്ത ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ നാടിന് ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഇത്രകാലം MP ആയിരുന്നിട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ ഒരു സംവരണ മണ്ഡലമായിട്ട് ആ സംവരണ മണ്ഡലത്തിലെ ജനതയുടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ നിൽക്കുന്ന ഈ കൊടിക്കുന്നിൽ സുരേഷ് ഈ നാടിന് ആവശ്യമില്ലെന്ന് മാവേലിക്കരയിലെ ജനത ഒന്നാകെ തീരുമാനിച്ചിരിക്കുകയാണ്. 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലം ഒന്നാകെ ചർച്ച ചെയ്യാൻ പോകുന്നത് തന്നെയാണ് എന്താണ് MP വികസനപരമായി പ്രവർത്തനങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തതെന്ന് ഒന്നാകെ ചോദിക്കുകയാണ്. ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും MP നടത്തിയ വികസനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നാട്ടിൽ ജനതയ്ക്ക് സമക്ഷം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDYFൻ്റെ നേതൃത്വത്തിൽ MP എന്ന നിലയിൽ നടത്തിയ വികസനപരമായ പ്രവർത്തനം എന്ത് ചെയ്തു എന്ന് ഞങ്ങളിങ്ങനെ ഫ്ലെക്സ് ബോർഡ് അടിച്ചു വെച്ച് ചോദ്യം ചോദിച്ചുകൊണ്ട്
കേരളത്തിലെയും മാവേലിക്കരയിലെയും കൊടിക്കുന്ന് സുരേഷിനോടും UDF-നോടും ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് വികസനമാണ് ചെയ്തത്? ഒരു വികസനവും ചെയ്യാത്ത ഈ MP ഈ നാടിന് വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊട്ടാരക്കരയിൽ LDYF-ൻ്റെ നേതൃത്വത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് CA അരുൺകുമാർ 10,000-കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അരിവാൾ നിൽക്കൽ അടയാളത്തിൽ മത്സരിക്കുന്ന സഖാവിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയം സുനിശ്ചിതമാക്കാൻ, ഉറപ്പിക്കാൻ, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിന് ഇവിടുത്തെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, പ്രവർത്തകർ ഈ നാട്ടിലൊന്നാകെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരികയാണ്. അതിൻ്റെ ഭാഗമായി കൊട്ടാരക്കര മണ്ഡലം സംഘടിപ്പിച്ച ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. MP നടത്തിയ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വരുമാനത്തിൻ്റെ സ്രോതസ്സിൻ്റെ ഭാഗമായി NSG 5-ൽ നിന്ന് 6-ലേക്ക് ഉയർത്തിയിരിക്കുന്ന ആ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ ഒരു തരത്തിലുള്ള വികസന പരിപാടി നടപ്പിലാക്കാൻ MP എന്ന നിലയിൽ സാധ്യമായിട്ടില്ല. അവിടെ ട്രെയിൻ വന്നാൽ മഴയും കൊണ്ട് വെയിലും കൊണ്ടാണ് ട്രെയിന് ഷീറ്റിന് പുറത്ത് നിൽക്കുകയാണ് ട്രെയിനിൻ്റെ ബോഗികളെല്ലാം. ആളുകൾ മഴ നനഞ്ഞുകൊണ്ട് അകത്തു കയറുകയാണ്. MP-യുടെ മൂക്കിൻ്റെ തുമ്പത്ത് നിൽക്കുന്ന ആ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ വികസനപരമായ പ്രവർത്തനത്തിന് അവിടെ വെയിറ്റിംഗ് റൂം സംഘടിപ്പിക്കാൻ, ഫുഡ് സ്റ്റാൾ സംഘടിപ്പിക്കാൻ, രാത്രിയായാൽ ആ പ്ലാറ്റ്ഫോമിലെ വെട്ടക്കുറവ്, അവിടെ ഷെൽട്ടറുകളില്ല. ആ MP എന്ന നിലയിൽ തൻ്റെ തൊട്ട് മുമ്പിലുള്ള ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഇത്രയും ശോചനീയമായ അവസ്ഥയ്ക്ക് കാരണക്കാരൻ കൊടിക്കുന്ന് സുരേഷാണ്. ഞാൻ ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലാം ചോദിക്കുന്നില്ല, കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ MP എന്ന നിലയിൽ എന്ത് പരിപാടിയാണ് അദ്ദേഹം ചോദിച്ചതെന്നാണ് ഞാൻ ഇന്ന് ഇവിടെ ചോദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അരുൺകുമാർ ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു പരിശ്രമമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഒരു ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ആവേശത്തിൽ തന്നെയാണ്. മറ്റ് ജനങ്ങളും ഇത് തന്നെ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തോടൊപ്പം ഞങ്ങളും ഒത്തുചേരുന്നു. തീർച്ചയായിട്ടും LDYF-ന്റെ നേതൃത്വത്തിലുള്ള അതെ, ജനങ്ങൾ കാണട്ടെ, അവർ മനസ്സിലാക്കട്ടെ, ചോദ്യം അവർ MP-യോട് ചോദിക്കട്ടെ, അതിന് എന്തെങ്കിലും ആൻസർ തരട്ടെ.